just can't accept it. This can't be the end yet. You promised to never leave, and now you're gone. Can't believe I can feel the world slipping away as you slowly fade from my everyday. You promise forever. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ആയിട്ടാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിടുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. പക്ഷെ ഞാനിത് ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യേയില്ല ആ ദിവസം. എല്ലാ ദിവസവും രാവിലെ ഒരുപോലെ എല്ലാ റുട്ടീനൊന്നും. എന്തായാലും ഐ എം എക്സൈറ്റഡ് ടു ഷെയർ മൈ മോർണിംഗ് റുട്ടീൻ വിത്ത് യു. Staying in my imagination. ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് ഈവനിങ് ടൈമിലാണ്. പക്ഷേ മോർണിംഗ് സമയത്ത് ഇവിടെ ഒരു ഹോർലാൻഡ്സിലെ പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരും. ഒരു ചെറിയ പാർക്കാണ് കേട്ടോ, അധികം ആരും ഉണ്ടാവാറൊന്നുമില്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണ്. ഭയങ്കര കാമാണ് അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ. അതുപോലെ നല്ല കിളികളെ സൗണ്ട് ഉണ്ടാവും, പച്ചപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു നല്ല റിഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഈവനിങ് ടൈമിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നവരുണ്ടാവും, പിന്നെ ചെറിയ കുട്ടികൾ ഊഞ്ഞാലാടുന്നവരുണ്ടാവും. അങ്ങനെ ചെറിയ രീതിക്ക് മാത്രമേ അധികം റഷൊന്നും ഉണ്ടാവാറില്ല. Piece of you I'll never let. ഞാൻ സ്ഥിരമായിട്ട് നടക്കാൻ വരുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എന്നാലും എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നതും യോഗ ചെയ്യുന്നതും ഒക്കെ. പെട്ടെന്ന് തടിക്കുകയും പെട്ടെന്ന് മെലിയുകയും ചെയ്യുന്ന ഒരു ബോഡി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ബോഡിക്ക് നല്ല പണി കിട്ടും. ഡാൻസ് പ്രാക്ടീസും ഞാൻ വളരെ കുറവാണ്. നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മോട്ടിവേഷൻ കിട്ടുക. പക്ഷേ ഈ വാക്കിംഗ് ടൈമിൽ എനിക്കങ്ങനെ വേറെ ആരും വേണമെന്നൊന്നുമില്ല. അത് ഞാൻ അങ്ങ് നടന്നോളും പാട്ടൊക്കെ കേട്ടിട്ട്. Deep and true, I'll always be if you stay or not. വർക്കൗട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും സ്മൂത്തിയാണ് കുടിക്കാറുള്ളത്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ ഹെവി ആയിട്ട് കഴിക്കുന്നതിന് കാര്യമില്ലല്ലോ. നോർമലി കുറച്ച് പാലും കുറച്ച് വെള്ളവും അതിനകത്തേക്ക് കുറച്ച് അവക്കാഡോ ഇട്ടിട്ട് ഷേക്ക് അടിച്ചിട്ടാണ് കുടിക്കാറുള്ളത്. ഇടയ്ക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ട് ബോയിൽ ചെയ്തു, അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കഴിച്ചു. അതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. To never leave, and now you're gone. Can't believe I can feel the world slipping. ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു ഫേസ് മാസ്കിൻ്റെ കിറ്റാണ്. ഇത് ഞാൻ ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരു റഷ്യൻ ഷോപ്പിൽ നിന്നാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ആ ഷോപ്പിലുണ്ട്. ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. Struggling to mend. I thought we were so tight, destined for a lifetime. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായി വിളക്കൊക്കെ വെച്ചു. ഇത് സ്ഥിരമായിട്ട് വെക്കുന്ന ഒന്നാണ് കേട്ടോ, വിളക്കായിട്ട് വെക്കാറില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫയർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ധൂപ് സ്റ്റിക്ക് മാത്രമാണ് കത്തിച്ച് വെക്കാറുള്ളത്. നല്ല സ്മെല്ല് ഉണ്ടായതുകൊണ്ട് തന്നെ റൂമിൽ ഞാൻ കുറച്ച് നേരം കത്തിച്ച് വെക്കും. Memorizing the past time. വീക്കെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ റൂം ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ്. വീക്കെൻഡ് ആവുന്ന സമയത്ത് ഫുൾ ബിസി ആയിരിക്കും. അപ്പോൾ ഈ സമയത്തായിരിക്കും ഞാനിതൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുന്നത്. മുന്നേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് മെസ്സിയായിട്ട് ഇരുന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജ് പഠിക്കുമ്പോഴൊക്കെ എസ്പെഷ്യലി ഇതൊന്നും അങ്ങനെ മൈൻഡേ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്ത് റെഡിയാക്കി വെക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഇവിടെ പിന്നെ മെസ്സിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ എടുത്ത് വെക്കണം. അതുകൊണ്ട് കാണുന്ന സമയത്ത് ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ ശ്രമിക്കാറുണ്ട്. Distance brings up. ഇനി ഞാൻ എൻ്റെ എഡിറ്റിങ്ങിലേക്ക് കടക്കുകയാണ്. ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കും. ഇപ്പം ഞാൻ ഒരു മാസമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ജേർണലിംഗ് ചെയ്യാന്നുള്ളത്. ജേർണലിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാറുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴോ ആയിരിക്കും എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കണ്ടന്റ് ക്രിയേഷൻ്റെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുക. അപ്പോൾ പെട്ടെന്ന് ഞാനത് മറന്നു പോവുകയും ചെയ്യും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും. അപ്പോൾ ഇപ്പം ഞാൻ ജേർണലിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് ബിസി ആയിട്ടിരിക്കും. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.